കിരണിലേക്ക് വരാം. ഇപ്പോൾ ബിന്ദു കൗൺസിലറാണ്, ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ബിന്ദു, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ, ഒന്ന് പറയാമോ? ഇപ്പോഴും ഇവിടെ പോലീസും ചാനലുകാരും ഒക്കെ ഉണ്ട്. അത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാനേനെ തട്ടിപ്പോയതാണ്, ഇങ്ങനെ ചെരിഞ്ഞപ്പേ. അതിനുശേഷമാണ് രണ്ടും കൂടെ പരസ്പരം ഓടിയതും പ്രശ്നങ്ങൾ ഉണ്ടായതും. എന്താ വെച്ചാല് എല്ലാ ആളുകളും വരുന്ന ഒരു സമയമായിരുന്നു, സന്ധ്യാസമയം ഒരു 6 മണി കഴിഞ്ഞപ്പേ. അമ്പലം നിറയെ ആളുകളുള്ള ഒരു സമയത്താണ് സംഭവം നടന്നത്. അപ്പം ഒരു ബിൽഡിങ് പൊളിച്ച്, അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു എന്താ പറയാ ഒരു ഇതുണ്ട്, അമ്പലത്തോടനുബന്ധിച്ചുള്ള ഒരു കെട്ടിടമുണ്ട്, അത് പൊളിച്ച്. അപ്പോൾ അതിന് ആനേന്റെ ആക്രമണത്തിലും പിന്നെ ഈ കെട്ടിടം തകർന്നു വീണതിലും ഇപ്പൊ 3 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഓടി വീണാണോ ഈ മരണം സംഭവിച്ചിരിക്കുന്നത്? കെട്ടിടം തകർന്ന് കെട്ടിടം ആളുകളുടെ മുകളിലേക്ക് വീണിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതെ, ആനയെ പൊളിച്ചപ്പം അവിടെ ഇത് ശിവേലി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകള് കുറച്ച് 10-62 വയസ്സുള്ള ആളുകളൊക്കെയാണ്. അപ്പൊ ഒരിക്കൽ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റിയതുമില്ല. പിന്നെ ആനേന്റെ ആക്രമണം കൊണ്ട് രണ്ടും കൂടെ ആയപ്പോഴാണ് സംഭവം ഉണ്ടായത്. എത്ര സമയത്തോളം ഈ ആനകൾ ഓടി അവിടെ? ഈ തളയ്ക്കാൻ എത്ര സമയം? ഒരു 3/4 മണിക്കൂറോളം ഒരു പരിഭ്രാന്തി പടർത്തിയിട്ടുണ്ട് ഇവിടെ ഈ മുഴുവൻ. അതിനുശേഷമാണ് തളയ്ക്കാൻ പറ്റിയത്. രണ്ടാന 2 ഭാഗത്തേക്കായിട്ട് ഓടിയൊക്കെ. കൊയിലാണ്ടിയിൽ നിന്ന് എത്ര ദൂരത്താണിത്? ഈ കുറവങ്ങാട് എന്ന സ്ഥലം അല്ലെ? കുറവങ്ങാട് അല്ലെ? കുറവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രം. ഇവിടെ ഈ ക്ഷേത്രത്തിൽ നേരത്തെയും ആന ഇടഞ്ഞിട്ടുള്ളതല്ലേ ഇതിനു മുമ്പുള്ള ഉത്സവത്തിനിടെ? ഇതിനു മുൻപ് ഇവിടെ ആന ഇടഞ്ഞതായിട്ടും കേട്ടിട്ടുണ്ടല്ലോ ഈ മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിൽ. ഇല്ലില്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പറ്റാണ്. ഇപ്പൊ ഈ അടുത്തിടെ ഒന്നും ആന ഇടഞ്ഞിട്ടില്ല. എത്ര പേർക്ക് പരിക്കുണ്ടാവും? ഒരുപാട് ആളുകൾ ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ടോ? കുറെ ആളുകൾക്ക് പരിക്കുണ്ട്. ഒരു 10-35 ആളുകൾക്ക് പരിക്കുണ്ട്. കുറച്ച് ആളുകൾ അങ്ങനെ ഗുരുതരാണെന്നൊക്കെയാണ് ഇപ്പൊ കിട്ടിയ അറിവ് ഞങ്ങൾക്ക്. അവിടെ ഉണ്ടായിരുന്നു ബിന്ദു? ആ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. ഇപ്പൊ അമ്പലത്തിലാണ് ഉള്ളത്. ഇപ്പോൾ ആനകളെ തളയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? ഓ, പറ്റിയിട്ടുണ്ട്. ശരി. ഇപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ബാലകൃഷ്ണൻ, എന്താണ് സംഭവം എന്ന് പറയാമോ? ഇന്ന് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സമാപന ദിവസമാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് ഒരു മടക്ക് എഴുന്നള്ളത്താണ്. കുറവങ്ങാട് ശിവക്ഷേത്രത്തിൽ നിന്ന് മണക്കുളങ്ങര ക്ഷേത്രത്തിലേക്കുള്ള ഒരു മടക്ക് എഴുന്നള്ളത്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. സന്ധ്യയോടുകൂടി അങ്ങോട്ട് ആ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ആനകളും വാദ്യക്കാരും ഒക്കെ ആയിട്ട് പുറപ്പെടുകയായിരുന്നു. മുമ്പിലും പിറകിലൊക്കെ ആയിട്ടാണ് ആനകൾ ഉണ്ടായിരുന്നത്. പിന്നെ മുമ്പിലുള്ള ആ അമ്പലത്തിന് തൊട്ടടുത്ത് സാധാരണഗതിയിൽ വെടിക്കെട്ട് നടത്താത്തൊരു സ്ഥലമുണ്ട്. അവിടെ വെടിക്കെട്ടിന് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ടിൽ നിന്നാണ് വെടിക്കെട്ട് നടത്തുക. ഇത് ഒരു ആഘോഷ വരവുകാര് ഈ ഉത്സവത്തിന്റെ തൊട്ടപ്പുറത്ത് കുളത്തിനും തൊട്ടപ്പുറത്ത് കരയിൽ നിന്ന്, അതായത് ആനയ്ക്ക് വളരെ അടുത്തുനിന്ന് ഒരു വലിയ വെടിക്കെട്ട് പൊട്ടിച്ചു. വെടിക്കെട്ട് പൊട്ടിച്ചപ്പോ പിറകിലുണ്ടായിരുന്ന ആന ഇടഞ്ഞ് മുമ്പിലുണ്ടായിരുന്ന ആനയെ ഇടിച്ചു, അങ്ങനെ കുത്തിയപ്പോ മുമ്പിലുണ്ടായിരുന്ന ആന നേരെ മുമ്പിലോട്ട് കയറിപ്പോയി. തൊട്ട് മുമ്പ് തന്നെ ഓഫീസായിരുന്നു. ഓഫീസിനകത്ത് നിറയെ സ്ത്രീകളും ആളുകളൊക്കെ ഒന്നിച്ചിരുന്ന് പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഓഫീസ് ഒന്നിച്ച് തകർന്നു വീണു. അങ്ങനെ ഓഫീസ് ഒന്നിച്ച് തകർന്നു വീണപ്പോ അതിനകത്ത് പെട്ടിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയത്. പിന്നെ ആനയുടെ പുറത്തുണ്ടായിരുന്ന നമ്പൂതിരിമാരും അതുപോലൊക്കെയുള്ള കുറെ ആളുകൾ, പിന്നെ ഓട്ടത്തിനിടയിലൊക്കെ പരിക്ക് പറ്റി. അങ്ങനെയാണ് 10-35 പേർക്ക് പരിക്ക് പറ്റിയത്. 3 പേരാണ് ഇപ്പൊ മരിച്ചത്. ഇനിയും ആളുകൾക്ക് സീരിയസ് ആയിട്ട് പരിക്ക് പറ്റിയവരുണ്ട്. എത്ര പേരുണ്ട്? ഇപ്പൊ 35 പേരെന്നുള്ള പറയുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടോ? കാരണം ഈ ആനകൾ ഇല്ല 35 പേരൊക്കെ കാണുള്ളൂ. ഈ ആനകൾ ഓടുന്ന ദൃശ്യം എന്ന് കാണുന്നത് വളരെ പേടിപ്പെടുത്തുന്നതാണ്. ആനകൾ 2 ആനകളും ആ ഓഫീസിന്റെ അങ്ങോട്ടാണ് ഓടുന്നത്. ഓഫീസാണോ ക്ഷേത്രത്തിന്റെ? ഓഫീസ് ആന അങ്ങനെ ഓടും. പിറകിലുണ്ടായിരുന്ന ആന ഇടിച്ചപ്പോ മുമ്പിലത്തെ ആന അങ്ങ് തള്ളി കയറി പോയതാണ്. അത് കഴിഞ്ഞ് പിന്നെ 2 ആനയും 2 വഴിക്ക് ഓടിപ്പോയി. പക്ഷെ ഒരു 3/4 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് തളച്ചത് അല്ലേ? അതെ, അത് 3/4 മണിക്കൂറുകൾ കഴിഞ്ഞാണ് തളയ്ക്കാൻ പറ്റിയത്. ഈ ആ കെട്ടിടത്തിൽ നിന്നുകൊണ്ട് ശീവേലി കണ്ടുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിലേക്കാണ് അവർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അവർക്കാണ് ഗുരുതരമായി പരിക്ക് പറ്റിയത്. കെട്ടിടം ഇടിഞ്ഞു വീണ് പറ്റിയ പരിക്കാണ് ഏറ്റവും കൂടുതൽ പറ്റിയത്. 3-4 വർഷം മുമ്പ് ഇതേ അമ്പലത്തിൽ നിന്ന് ആന രാത്രി ഇടഞ്ഞോടി ഒരു വീട്ടിന് കയറി ഉച്ചവരെ വലിയ അവസ്ഥ സൃഷ്ടിച്ചിരുന്നു. പക്ഷെ അന്ന് ആർക്കും പരിക്കൊന്നും പറ്റിയിരുന്നില്ല. ഇതേ ക്ഷേത്രത്തിൽ തന്നെ അല്ലേ? മണക്കുളങ്ങര ക്ഷേത്രത്തിൽ തന്നെ. ഇപ്പൊ അവിടെ കുഴപ്പമില്ല. ഇപ്പോൾ ആനകളെ തളച്ചിട്ടുണ്ട്, മറ്റു പ്രശ്നമൊന്നുമില്ല. തളച്ചിട്ടുണ്ട്. പക്ഷെ 3 പേര് ഇതിനകം മരണപ്പെട്ട് കഴിഞ്ഞു. ശരി ബാലകൃഷ്ണൻ. ഇതാണ് ബാലകൃഷ്ണൻ എന്നയാളാണ് അവിടെ നിന്ന് കാര്യങ്ങൾ വിവരിച്ചത്. മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലെ ശീവേലിക്കിടെയാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്.
ഒരാന മറ്റൊരാനയെ കുത്തുകയായിരുന്നു. അങ്ങനെ 2 ആനകളും ഇടഞ്ഞോടി തൊട്ടടുത്ത് തന്നെയുള്ള ക്ഷേത്രത്തിന്റെ ഒരു കെട്ടിടം, ആ കെട്ടിടം തകർത്തു. ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുറെ ആളുകൾ കുടുങ്ങിപ്പോയി. അവിടെ നിന്നവരാണ് മരിച്ചത് എന്നാണ് ദൃക്സാക്ഷി പറഞ്ഞത്. 35 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ 5-6 പേരുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ബാക്കിയുള്ളവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. കിരൺ കൂടി ചേരുന്നുണ്ട്. കിരൺ ബാബു, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇപ്പോൾ ആ ബാലകൃഷ്ണനും അതുപോലെ തന്നെ കൗൺസിലർ ബിന്ദുവും കാര്യങ്ങൾ വിവരിച്ചിരുന്നു. ഇതല്ലേ, ഇതിനപ്പുറം എന്താണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്?